ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. വലിയൊരു ലോങ് സെഷന് ശേഷമാണ്. നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ച ക്ഷീണം വരും. അത് വരും. മനസ്സ് ടയർഡാവും. വേദാന്തം അങ്ങനെയാണ്. മനസ്സിന് ഇഷ്ടമുള്ള സംഗതിയൊന്നും അല്ല വേദാന്തം. മനസ്സിന് ഇഷ്ടമുള്ള സംഗതിയാണോ? മനസ്സിന് ഇഷ്ടമുള്ള സംഗതിയാണ് ഇനി ഉച്ചയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നു. വന്നപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കണം നമ്മളെപ്പോഴാണ് പുറത്തു പോകണം. ഇവിടെ വരുമ്പം തന്നെ ചോദിക്കുകയാണ് നമ്മളെപ്പോഴാണ് ഇനി പുറത്തു പോകണത്. അല്ല, മൗനം എടുക്കാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് എപ്പോഴും മൗനം അവസാനിപ്പിക്കാൻ പറ്റുമല്ലേ. ശരിക്കും മനസ്സങ്ങനെയാണ്. മനസ്സിന് ഈ തരത്തിൽ മനസ്സിനെ കീഴടക്കുന്നത് നമ്മളെ കീഴടക്കാൻ നമ്മൾ ഒരാൾ കീഴടക്കാൻ പറ്റും. നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മൾ എങ്ങനെയെങ്കിലും അതിന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹിക്കും. അതുപോലെ മനസ്സിനെ കീഴടക്കാൻ നമ്മൾ ഏതെങ്കിലും സാധന വഴിയിലൂടെ ശ്രമിച്ചാൽ മനസ്സെന്ത് ചെയ്യും? അതിന് പുറത്ത് കിടക്കാൻ നോക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കുക സാധകർ. അതാണ് സാധനാ പഞ്ചകം. നമ്മൾ ഭഗവത്ഗീതയിലെ ചെറിയ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങളും എത്ര മാത്രം പോകാൻ പറ്റുമെന്ന് അറിയില്ല, കുറച്ച് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ശങ്കരാചാര്യസ്വാമികളുടെ അമ്മാത്ത് ഇവിടെ കൂടി ശങ്കരഭാഷ്യത്തെക്കുറിച്ച് കേട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യസ്വാമിയുടെ ഭാഷ്യം വരുന്നതിന് മുമ്പേ ഭഗവത്ഗീതയ്ക്ക് മറ്റൊരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നത്രേ. പക്ഷേ ശങ്കരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനം വന്നതിന് ശേഷം മറ്റതൊക്കെ അപ്രസക്തമായി. സൂര്യൻ ഉദിച്ചു ഉയർന്നാൽ പിന്നെ നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. അതോടെ മറ്റു പല വ്യാഖ്യാനങ്ങളും അപ്രസക്തമായി. ശങ്കരാചാര്യസ്വാമിയുടെ ഭാഷ്യമാണ് ഇന്നും നമുക്കൊരു ഇതായിട്ട് ജീവ ഔഷധമായിട്ട് നിലകൊള്ളുന്ന സാധകർക്ക്. ശങ്കരാചാര്യസ്വാമിയുടെ ഭാഷ്യം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അഹമേഷ മമയേതേ. ഇവർ എൻ്റേതാണ്, ഞാൻ അവരുടേതാണെന്നുള്ള ചിന്ത. എന്താ പറഞ്ഞത്? ഇവരൊക്കെ എൻ്റേതാണ്, ഞാൻ അവരുടേതാണ്. ഇതാണ് ബന്ധന കാരണമത്രേ. ഇത് രണ്ടും എവിടുന്നാണ് ഉണ്ടായത്? അഹം, എന്നിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ രാവിലെ നമ്മൾ മെഡിറ്റേഷൻ തന്നെ പറഞ്ഞു, ഈ അഹം എവിടെയാണോ അവിടെ തന്നെ നമ്മൾ ധ്യാനിക്കുക, അവിടെ തന്നെ അന്വേഷിക്കുക. രമണ മഹർഷിയുടെ മുഴുവൻ ടീച്ചിങ് അത് തന്നെയാണ്. ആരാണ് ഞാൻ? ഹോമൈ. ഇതാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? രമണ മഹർഷിയുടെ ചോദ്യങ്ങളൊക്കെ രമണ മഹർഷി ഇതാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അവിടെ അന്വേഷിക്കുക, അവിടെ തന്നെയുണ്ട് ആൾ. ഇപ്പോൾ ഗീതയിൽ തന്നെ ഭഗവാൻ ഭാഷ്യകാരൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചു, ഇവർ എൻ്റേതാണ്, ഞാൻ അവരുടേതാണ്. ഇവിടെ സ്വാമിയുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾ അല്ലേ, അങ്ങനെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ബന്ധുജനങ്ങളും മാതാപിതാക്കൾ അല്ലേ, കുട്ടികൾ, ചെറുകുട്ടികൾ, ഇങ്ങനെ ഒരു ബന്ധുവലയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം അവരെ ഫോൺ വിളിച്ച് കാണല്ലേ ഇവിടെ വന്ന ശേഷം? നിങ്ങൾ വന്നതെന്തിനാണ്? ഡിറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു? വാനപ്രസ്ഥം എന്ന് വെച്ചാൽ അതാണല്ലോ, നമ്മൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആവുക. പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങളിങ്ങോട്ട് വിടില്ല അല്ലേ.
നിങ്ങളെന്ത് പറയും? നമ്മളിവിടെ പോകുന്നു, ശങ്കരാലയത്തിൽ പോകുന്നു, കുറേ കാഴ്ചകളൊക്കെ കാണുന്നു, അല്ലേ, ചെറിയ ക്യാമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടി പോയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇങ്ങോട്ട് വിടുമോ? ഇല്ല. പക്ഷേ അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ് എല്ലാ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയൊക്കെ ഉറവിടം. തൃപ്തി. നമ്മൾ ഗീതയിലൊരു ശ്ലോകം പറയണു. അത് 2-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകം. യോഗസ്ഥക്കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഗീത നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ചാൻഡി എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് മറിക്കുക കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. യോഗസ്ഥക്കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ. നീ എങ്ങനെയാണ് യോഗസ്ഥനായിട്ട് ഭവിക്കുക? സംഘം തെക്വാ. ശരിക്കും ഈ പറയുന്ന എല്ലാത്തിനോടുള്ള നമ്മുടെ ബന്ധം സംഘം. പക്ഷെ വേദാന്തം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ സംഘം എവിടെയാണ്? അഹം, ഞാനാണ്. ബാക്കി എന്ത് തെച്ചിട്ടും കാര്യമില്ല. ഒരുപാട് നിങ്ങൾക്കറിയാം, ഈ വീടും നാടും കുട്ടികളെയും കുടുംബമൊക്കെ വിട്ടിട്ട് ഹിമാലയത്തിൽ ചേക്കേറാം. പക്ഷെ ഹിമാലയത്തിൽ ചെന്നാലും ഈ അഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു ആശ്രമമൊക്കെ കെട്ടിയിട്ട് ഇത് എൻ്റെ ആശ്രമമാണ്. എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു ഈ കാഴ്ചകൾ. ഇതെൻ്റെ ഗ്രൂപ്പാണ്, എൻ്റെ സന്യാസിമാരാണ്, എൻ്റേതാണ് എന്നൊക്കെയുള്ള ഭാവം അവിടെയും വളരും. ഈ അഹം വിട്ടാലോ? ഈ അഹം വിട്ടാൽ എവിടെ ഇരിക്കാം? പക്ഷെ അങ്ങനെ വിടണമെങ്കിൽ ഇതാദ്യം തിരിച്ചറിയണമെങ്കിൽ ആദ്യം മൊത്തത്തിൽ വിട്ടുപോയാലേ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കണം വിവിക്ത ദേശസേവിത്വം അരതിർജന സംസതി അത്യാത്മയോഗ നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം. എവിടെ പറയണു? ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രജ്ഞ വിഭാഗയോത്തി പറയണു. ആദ്യം ഏകാന്തവാസത്തിലേക്ക് പോകണം. ഇതുപോലെ ചെറിയ ക്യാമ്പുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇതേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയി ഇരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും കാട്ടിലോ വനത്തിലോ ഗുഹാന്തരങ്ങളിലോ പോയി ഇരിക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏകാന്തവാസം. അതിനാണ് സ്വാമിജി രാവിലെ മൗനം പോലും സജസ്റ്റ് ചെയ്തത്. അത്ര മണിക്കൂറല്ലേ? കുറച്ച് മണിക്കൂറേ ഉള്ളൂ, 1-2 മണിക്കൂർ. എന്നിട്ട് പോലും അല്ലേ എത്രത്തോളം നമുക്കത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലരെ വിചാരിച്ചാണ്, ചിലർക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഫുൾ ഡേ ഇങ്ങനെ ഇരുന്നാൽ നല്ല സുഖം അല്ലേ? ശരിക്കും സുഖം തോന്നില്ലേ? സംസാരിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്ക് സുഖം തോന്നി, കൂടെയുള്ളവർക്ക് സുഖം തോന്നി. അടച്ച് വെച്ചിരിക്കുകയാണ് പ്രേകാരായിട്ടും. ശരിക്കും ഇതാണ് ഏകാന്തം. ഈ തരത്തിൽ പറയണു, ഈ വാക്ക് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ ഒരു നിയന്ത്രണം, നിരോധിക്കുകയല്ല, പൂർണ്ണമായിട്ടും നിരോധനമല്ല പറയണത്, ഒരു നിയന്ത്രണം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് നമുക്ക് തിരിയാൻ പറ്റുന്നത്. ഏകമായ അന്തത്തിലേക്ക് നമുക്ക് അല്പമെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും എന്തായാലും നമ്മുടെ കണ്ണുകൾ നോക്കൂ, എന്തെല്ലാം കാഴ്ച കാണുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ വാച്ച് അവിടെ ആയിപ്പോയത് നന്നായി. ഇപ്പോൾ എനിക്ക് മാത്രം നോക്കാൻ പറ്റും. ഞാൻ ഇവിടെ ആയിരുന്ന വാച്ചിൻ്റെ ആ ഡീറ്റെയിൽ ക്ലോക്കായിരുന്നു, നിങ്ങളെല്ലാവരും അതിൽ നോക്കിയേനെ അല്ലേ? എപ്പോഴും തീരും, എത്ര മണിക്കാണ് ചായക്ക് പോകേണ്ടത്. കാരണം നോക്കൂ, അങ്ങനെ ഇത് തന്നെ ഒരു ഇമേജ് തന്നെ നമ്മൾ സൃഷ്ടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് അഡ്വർടൈസ്മെൻറ്റിനൊക്കെ വളരെ പ്രാധാന്യം. പ്രോഡക്റ്റ് എത്ര മോശമായാലും ശരി, പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് നന്നായിരുന്നാൽ സാധനം നന്നായിട്ട് പോകും മാർക്കറ്റിൽ. അപ്പോൾ കണ്ണുകൾ, അതുപോലെ ഈ പറയുന്ന ചെവി, കേൾക്ക്, ഇപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ മുഴുവൻ ക്ഷമതയും ജൈവിക ഊർജം, ആധ്യാത്മിക ഊർജ്ജമായിട്ട് മാറിയിട്ടില്ല. ഇപ്പം നമ്മളൊരു ജൈവോർജ്ജമുണ്ട്. ഇത് ആധ്യാത്മിക ഊർജ്ജമായിട്ട് മാറണമെങ്കിൽ ഈ പറയുന്ന ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്ന ഈ ജൈവിക ഊർജ്ജത്തെ ആധ്യാത്മിക ഊർജ്ജമായിട്ട് പരിണമിപ്പിക്കണം. എന്തിനാ ഈ പുറത്തേക്ക് നമ്മൾ നോക്കണം? പുറത്തേക്ക് നോക്കുന്ന സുഖം കിട്ടാനാണ്, അതിലൊരു സംശയമില്ല അല്ലേ? സുഖം അല്ലാതെ വേറെ എന്തെങ്കിലും തരുന്നുണ്ടോ? ഇല്ല, എല്ലാവരും സുഖം തന്നെയാണ്. നമ്മൾ ഈ വസ്ത്രം ധരിച്ചതും അല്ലേ, നിങ്ങളെല്ലാം പല വസ്ത്രത്തിൽ ഇരിക്കുന്നതും, പല വിഭൂതികൾ അണിയുന്നതും അല്ലേ, മാലകൾ കഴുത്തിൽ അണിയുന്നതും ഒക്കെ ഇതെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് നോക്കുന്നതും. പക്ഷേ ഈ സുഖത്തേക്ക് പുറത്തേക്ക് നോക്കുന്ന ആളിലാണ് സുഖമിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് അധ്യാത്മജ്ഞാന നിത്യത്വം. ഈ അധ്യാത്മജ്ഞാനത്തെ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഈ സത്യത്തെ തിരിച്ചറിയാനുള്ള ഒരു ആരംഭം, തുടക്കം. അതുകൊണ്ട് പറയണു,
ഈ വിഷയങ്ങളോടുള്ള വിഷയപ്രപഞ്ചത്തോടുള്ള ബന്ധത്തെ നമ്മൾ കരുതിയിരിക്കുക. നോക്കൂ, ഇതെല്ലാം നമ്മൾ സ്വയം അഭ്യസിക്കേണ്ടതാണ്. പക്ഷെ ഇതിൽ അഭ്യാസം പറഞ്ഞു സ്വാമിജി സൂചിപ്പിച്ചാൽ അഭ്യാസത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ നിഷ്ഠ കൂടുന്തോറും നമ്മൾക്ക് അതിനോടായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ഈശ്വരനോട് അല്ലെങ്കിൽ ആത്മാവിനോട്. ഈ സുഖത്തെ അറിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു സുഖങ്ങളൊന്നും ഒരു സുഖങ്ങളും അല്ലാതെ ആവും. അതുവരെ നമുക്ക് എന്ത് ചെയ്യും, മറ്റു നമ്മളിങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും. ഏത് സുഖമായാലും ശരി, ധനദൃഷ്ടി ആയാലും നമ്മൾ പറയും പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. പുത്രേഷണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജനിയിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾ, മക്കൾ, മരുമക്കൾ അല്ലെങ്കിൽ ചെറുമക്കളിലൂടെയൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം നിലനിൽക്കണു, നമ്മുടെ വസ്തുവകൾ നിലനിൽക്കണു, ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ സ്നേഹിക്കുന്നത്. പക്ഷേ ഈ രണ്ടാമത് പറയണു വിത്തേഷണ, ധനത്തിനോടുള്ള ആസക്തി. പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്കും ചിലർക്ക് ധനത്തിനോട് ആസക്തി കാണില്ല. മൂന്നാമത് പറയണു ലോകേഷണ, ലോകത്തിൽ സ്ഥാനവും മാനവും ബഹുമാനവും. ചിലർക്ക് അത് മാത്രം മതി. നമ്മൾ റിട്ടയർഡ് ആയാലും ശരി, ചിലതിൻ്റെയൊക്കെ പ്രസിഡൻറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ എത്രയോ കാലം ഇരിക്കാൻ ആഗ്രഹിക്കും അല്ലേ, വേറെ ഒന്നുമില്ല. പക്ഷെ അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുക, ആ ഒരു പൊസിഷൻ വിടാൻ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നമ്മളിങ്ങനെ പിടിച്ചു കെട്ടിയിരിക്കും. ഇതിലെല്ലാം നമ്മൾ സുഖമാണ് കാണണം. പക്ഷെ ഇവിടെയും തിരിച്ചറിയുക, ഇത് 3ഉം ആത്യന്തികമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് യഥാർത്ഥത്തിലുള്ള സമാധാനവും ശാന്തിയും കൊണ്ടുവരില്ല. ഈ തരത്തിൽ നമ്മൾ വേദാന്തം പറഞ്ഞു തരുന്നു, ഈ സംഘത്തെ ത്യജിച്ചിട്ട് ആത്മനിഷ്ഠനായിട്ട് മാറുക. ഇവിടെ ഭഗവാൻ അതാണ് പറഞ്ഞത്. എപ്പോഴും അർജുനൻ ഉണ്ടായത് ഇതാണ്. അർജുൻ്റെ ഈ മനസ്സിൻ്റെ സാമ്യാവസ്ഥ അല്ലെങ്കിൽ ഈ സമാവസ്ഥ എങ്ങനെയാണ് പോയത്, യുദ്ധക്കളത്തിലേക്ക് വന്നപ്പോൾ ഈ കാഴ്ച കണ്ടിട്ടാണ് അല്ലേ. മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ ആ കഥ പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിട്ടുണ്ട്. ഒരു കത്ത് അയക്കുന്നതായിട്ട്, ആര്, ധൃതരാഷ്ട്രർ ഒരു കത്ത് പാണ്ഡവർക്ക്, മൊത്തത്തിൽ പാണ്ഡവർക്ക് അയക്കുന്നതായിട്ട് ഒരു കത്ത്, നമ്മളുടെ ബന്ധുത്വത്തെയും അല്ലേ മറ്റൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. പക്ഷേ ഇത് കേട്ടിട്ട് ധർമ്മപുത്രർ കുറച്ച് നിളവുന്നുണ്ട് കേട്ടോ. ധർമ്മപുത്രർ പറയുന്നത് ശരിയാണ്, കാരണം ആ ഒരു പക്ഷത്തെ അയാൾക്ക് ശരിയാണ്, നമ്മുടെ വല്യച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട്. പെട്ടെന്ന് ഭീമന് ദേഷ്യം വരും. ഭീമൻ പറയും, ഇതിനാണോ ഏട്ടാ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്, അങ്ങേക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇവരെയൊക്കെ വധിക്കും. പക്ഷേ ഈ ഒരു പറയില്ലേ, ഒരു എല്ലാത്തിനും പോലെ ഒരു സൈക്കോളജി വാർഫെയർ എന്ന് പറയില്ലേ, എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഏറ്റവും വലുതായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ ഇതിലൂടെ അർജുനൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ ഒരു വിത്തിട്ട് കൊടുത്തു അല്ലേ. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ നോക്കൂ, എന്നെക്കുറിച്ചാണോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെറുതെ വെച്ചേ, എന്നെക്കുറിച്ചല്ല. പക്ഷെ പിന്നീട് നമുക്ക് തോന്നും എന്നെക്കുറിച്ചാണ് ശരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു സംശയത്തിൻ്റെ വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അനുകൂല സാഹചര്യപരം എന്ത് ചെയ്യും, അത് പുഷ്ടി പ്രാപിക്കും. അങ്ങനെ ആയിരിക്കണം ശരിക്കും മഹാഭാരത യുദ്ധസമയത്ത് എത്തിയപ്പോൾ അർജുനന് പെട്ടെന്ന് ആ ശോകമോഹങ്ങളിൽ അല്ലേ, തന്തതാ കൃപയാവിഷ്ടം അശ്രുപൂർണ അല്ലേ, അശ്രുപൂർണ കുലേക്ഷണ വിഷീദന്തമിതം വാക്യം ഉവാച അല്ലേ, ഇപ്രകാരം പറഞ്ഞു. പെട്ടെന്നാണ് തൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. അദ്ദേഹത്തിന് ഉള്ളളവി തൻ്റെ ഈ ബന്ധുക്കളെയാണോ വധിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഈ സംഘം മൂലമാണെന്ന് ഭഗവാൻ തിരിച്ചറിയുകയും ഇവിടെ പറയുന്നു, എന്താണ് യോഗം, സിദ്ധ്യ അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. സിദ്ധ്യ അസിദ്ധ്യം എന്ന് വെച്ചാൽ നേരത്തെ സിദ്ധനെ കുറിച്ച് പറഞ്ഞു അതാണോ, അല്ല. കിട്ടിയാലും കിട്ടാതിരുന്നാലും സമത്വം യോഗ ഉച്ചത്. ഉച്ചയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റി പോയാലും പോയില്ലെങ്കിലും സമത്വം യോഗ ഉച്ചത്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം വരുമോ? അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളല്ലേ. പെർഫെക്റ്റ് എക്സാമ്പിൾ അതല്ലേ. നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു, കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു, പെട്ടെന്ന് കിട്ടില്ല. ഇപ്പോൾ അവർ പറയണം ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട. എന്ത് പറ്റും? നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മൂഡ് ഔട്ട് ആവുമോ? മൂഡ് ഔട്ട് ആവും. അപ്പോൾ ശരി, സമത്വം യോഗ വെച്ചത്. ഇവിടെയാണ് ഗീത പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ എത്ര കാലം ഗീത പഠിക്കും? എന്നിട്ട് നമ്മുടെ വൈകാരികതയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ? നമ്മൾ ഇമോഷണലായിട്ടുള്ള ഈ അപ്പ് ആൻഡ് ഡൗൺ അല്ലേ. ഇപ്പോൾ രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് തന്നെ
അതിനെ പറയുന്നത് വേദാന്തിക് മെഡിറ്റേഷനാണ്. അപ്പോൾ നിങ്ങളെന്ന് ചോദിച്ചാൽ എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓം നമഃ ശിവായ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കണ്ണടച്ചിരുന്നോളൂ. എല്ലാവരും കണ്ണടച്ച് എല്ലാവരും സ്വപ്നം കാണും അല്ലേ, ചില ആ സമയം കൂടി ഇരുന്ന് ഉറങ്ങും അല്ല, അടുത്തിരിക്കുന്ന ഉറക്കം തൂങ്ങുന്ന അല്ല, അതിൻ്റെ ആ ശബ്ദം വരെ കേൾക്കാം, മറ്റ് ജനറേറ്ററിൻ്റെ സൗണ്ട്, ചിലരങ്ങനെ ഉറങ്ങും, അതുവരെ കേൾക്കാം. പക്ഷെ അവിടെയല്ലേ, ഇവിടെ വേദാന്തിക്ക് എന്ന് വെച്ചാൽ ഗൈഡഡ് മെഡിറ്റേഷൻ. ശരിക്കും നമുക്കൊരു ഗൈഡ് അല്ലേ, ഒരു ഗുരു എന്ന് വെച്ചാൽ ആരാണ്? ശരിക്കും ഒരു അല്ലേ ഗൈഡായിട്ടിരിക്കുന്ന ആളാണ്. അതേ നമ്മുടെ ആ മനസ്സിൻ്റെ തന്നെ ചിന്തകളെ ശരിയായിട്ട് ഉള്ള ആധ്യാത്മികത പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ കർത്തവ്യം. അല്ലാതെ ഗുരുവിൻ്റെ കാല് തൊട്ട് വണങ്ങിയെന്ന് പറഞ്ഞ് മാത്രം ഈ സാധനമൊന്നും കിട്ടാൻ പോണില്ല. ശരിക്കും എന്താണ് നമ്മൾ ആ രീതിയിൽ ഗുരുദേവൻ പറയുന്നുണ്ട്, ഗുരുദേവനോട് ചെന്നിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗുരുദേവനും പറഞ്ഞു, ഞാനിപ്പോൾ അനുഗ്രഹിച്ചാൽ നിൻ്റെ തലയിലെ മുഴുവൻ എണ്ണ എൻ്റെ കയ്യിലാവും. അല്ല, തമാശയായിട്ട് പറയാൻ കേട്ടോ. ഗുരുദേവൻ അനുഗ്രഹിച്ചാൽ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്, ഒരു സംശയമില്ല. അയാൾ ശരിക്കും അനുഗ്രഹീതനായി, കൃതാർത്ഥനായി. പക്ഷേ ഗുരുദേവൻ പറയാതെ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ അധ്വാനിക്കണം. നിൻ്റെ ഉള്ളിലെ എന്താണ് വികലമായ ചിന്തകൾ, എന്താണോ നിന്നെ ബന്ധനത്തിലാക്കുന്നത്, നിൻ്റെ ആനന്ദത്തിനും ഈ പറയുന്ന അനുഭൂതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചിന്തകളെ നീ തിരിച്ചറിയുക. ആധുനിക മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ പറയും, നിൻ്റെ ചിന്തയ്ക്ക് നീ എന്താവുക, സാക്ഷിത്വം വഹിക്കുക അല്ലേ. നിങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ വലിയ മെഡിറ്റേഷൻ ഇതിലൊക്കെ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും, യോഗ മെഡിറ്റേഷൻ. അവരോട് ഇങ്ങനെയൊക്കെ വരാൻ പറഞ്ഞാൽ അവർ വരില്ല. പക്ഷേ നിങ്ങളെ പല കുട്ടികളും ഇങ്ങനെയുള്ള യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അവിടെ ആകുമ്പോൾ ഇതുപോലെ ഡിറ്റാച്ച്മെൻ്റ് ഒന്നും പറയില്ല അവർ. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവണം, ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ അല്ലെ, യമ അല്ലേ, ശമം ധമം തിദിക്ഷ ഉപരത്, ഇതൊന്നും പറയില്ല. ഇതൊന്നും പറയാതിരുന്നത് നന്നായി. ഇത് പറഞ്ഞാൽ അവർ പറയും, അവർ ഇടയ്ക്ക് ഐസ്ക്രീം അല്ലേ കഴിക്കാൻ പോകും, പുറത്ത് കറങ്ങാൻ പോകും, ഇതിനിടയ്ക്ക് മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യാം. കാരണം ഭോഗം നടക്കണം, ഭോഗത്തിനൂടെ തന്നെ ആധ്യാത്മികമായിട്ട് എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആധ്യാത്മികമായിട്ടുള്ള ആ ഭാവം എന്നിലുണ്ട് എന്നുള്ള അവരെ ഒരു തൃപ്തിപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം അതൊന്നും വലിയ എളുപ്പമുള്ള സംഗതിയല്ല. ചിന്തകൾക്ക് സാക്ഷിഭാവം വഹിക്കുക എത്ര നേരം വഹിക്കാൻ പറ്റും? കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളും ആ ചിന്തകളിലൂടെ ഒലിച്ചു പോകും. അത്ര നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് ഈ പറയുന്ന വേദാന്ത ചിന്തകളിലൂടെ പറയുന്നത്, ആദ്യം ഈ തരത്തിലുള്ള ജപം പോലുള്ള സാധനകൾ, നാമജപം അല്ലേ, ആദ്യം ഇതൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വലിയ മെഡിറ്റേഷനെ കുറിച്ച് ചിന്തിക്കും, അതല്ല നാമജപത്തിലൂടെ. ഇപ്പം വിവേകാനന്ദ സ്വാമിജി പപ്പ രാംദാസ്ജിയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം, ആദ്യകാലത്ത് തന്നെ ഞാൻ തിരിച്ചറിയുമ്പോൾ തന്നെ ഞാൻ 10 ദിവസം അവിടെ പോയിട്ട് താമസിച്ചു. പക്ഷെ അവിടുത്തെ പ്രഭാവം നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ ശ്രീറാം ജയറാം ജയ ജയറാം, ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് അദ്ദേഹം ആധ്യാത്മികമായിട്ടുള്ള സിദ്ധാവസ്ഥയെ പ്രാപിച്ചു എന്നുള്ളതാണ്. കദ്രി ഹിൽ, മാംഗ്ലൂരിനടുത്തുള്ള കദ്രി ഹില്ലിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ദർശനം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം ഒരിക്കൽ ഒരു ഫാക്ടറിയുടെ മാനേജറായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന് ഇതിലൊന്നും, അദ്ദേഹം വളരെ വായനാശീലമുള്ള ആളായിരുന്നു, ഏകാന്തമായിട്ട് ഇരിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഫാക്ടറിയിൽ തൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് അദ്ദേഹം വരികയാണ്. വരുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ഒരു ഉത്സവ ആഘോഷം നടക്കുന്ന സമയമാണ്. പെട്ടെന്നൊരിടത്ത് ഭജനയോ എന്തോ കാര്യങ്ങൾ നടക്കണം. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, ഈ ഒന്ന് ഭജനയ്ക്ക് ഒന്ന് ഇരിക്കാം. അവിടെ ചെന്നിരുന്നു. അവിടെ തൻ്റെ പിതാവുണ്ട്, അവിടെ നാമജപം നടക്കുന്നു. ആ നാമജപം നടന്ന സമയത്ത് അദ്ദേഹത്തിനുള്ളിൽ എന്തോ ഒരു മാറ്റം. അദ്ദേഹം തൻ്റെ പിതാവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജപിക്കാൻ, നിത്യം ജപിക്കാൻ ഒരു മന്ത്രം അങ്ങ് ഉപദേശിച്ചു തരണം. അങ്ങനെ ആ കിട്ടിയ മന്ത്രമാണത്രേ. നമുക്കും കിട്ടും മന്ത്രം, പക്ഷെ ആ മന്ത്രം നമ്മൾ എത്ര നേരം ജപിക്കും അല്ലേ? ചിലപ്പോൾ രാവിലെ കുറച്ച് നേരം ജപിച്ചിട്ട് ആ പുരച്ചരണം നമ്മൾ മതിയാക്കും, പിന്നെ പിറ്റേ ദിവസം ജപിച്ചാലായി. പക്ഷെ അങ്ങനെ ദൈനംദിനം ജപിച്ചാൽ പോലും നമ്മൾ വലിയൊരു മാറ്റം, പ്രസന്നത, സാത്വികമായിട്ടുള്ള ഉണർവ് നമ്മളുണ്ടാവും. പക്ഷെ പിന്നീട് പറയണു, ഈ പപ്പ രാംദാസ്ജിയുടെ ഈ ജപം അദ്ദേഹത്തിനെ പറഞ്ഞ പോലെ അത് കേവലം മിനിറ്റുകളോ മണിക്കൂറുകളോ അല്ല, ദിവസം മുഴുവൻ നമ്മൾ പറയല്ലേ 24 മണിക്കൂറും ഈ ജപം. എന്നുവെച്ചാൽ ഈ ഉറക്കത്തിലുണ്ടായിരിക്കും ചിലപ്പോൾ, ആർക്കറിയാം അല്ലേ? നമ്മൾ ഉറക്കത്തിൽ ഇടയ്ക്ക് സ്വപ്നം കാണാറില്ലേ? അപ്പോൾ ശരിക്കും ഈ പറയുന്ന ഇംപ്രഷൻ മനസ്സിലുള്ളതുകൊണ്ടല്ലേ അത് സ്വപ്നമായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പടർന്നു കയറുകയാണ് ഈ നാമജപം. ഈ ജപസിദ്ധി എന്ന് പറയുന്നൊരു വലിയ ഘടകമാണ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ
ഈ ജപസിദ്ധിയുടെ ഫലം കേട്ടോ, ഇത് വളരെ രസകരമായിട്ടുള്ളതാണ്. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ഓർഡറുള്ള ഒരു സന്യാസി ബ്രഹ്മാനന്ദ സ്വാമിജി, അറിയാലോ, വിവേകാനന്ദ സ്വാമിക്ക് ശേഷം വന്നയാളാണ് ബ്രഹ്മാനന്ദ സ്വാമി. ഈ ബ്രഹ്മാനന്ദ സ്വാമികൾ ഗംഗയുടെ കരയിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എന്തോ കണ്ടിട്ട് തൻ്റെ സഹചരായിട്ടുള്ള സന്യാസിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് വരൂ, നമുക്കൊരു പൂജ ആരംഭിക്കണം, അമ്മയുടെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചോദിച്ചു, എന്താ പെട്ടെന്ന് അങ്ങേക്ക് തോന്നിയത് അമ്മയുടെ പൂജ ചെയ്യണമെന്ന്? അത് അമ്മ ഇപ്പോൾ ഈ ഗംഗ കടന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടു. പറയണു, ഡിവൈൻ മദർ അമ്മ ഇപ്പോൾ ഗംഗ കടന്നായിട്ട് വരുന്നതായിട്ട് ഞാൻ കണ്ടു, ഇവിടെ വരുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള സന്യാസി ചോദിച്ചു, എന്താ സംഭവം? ഇത് അല്ലേ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയണേ, അതിപ്പോൾ ചികിത്സ അല്ലേ തുടങ്ങേണ്ടിയിരിക്കണു അല്ലേ? അങ്ങനെയല്ല, ഇത് പറഞ്ഞ് കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് വരികയാണ്. ഈ ഭാഗത്തേക്ക് ഗംഗയിലൂടെ ഒരു ബോട്ട് വരും. ഈ ബോട്ടിൽ വിവേകാനന്ദ സ്വാമികളുണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ ബോട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയ ഉടനെ മറ്റെല്ലാവരെയും വിളിച്ച് ബ്രഹ്മാനന്ദ സ്വാമിയെ വിളിച്ച് പറയണേ, ഞാൻ ബോട്ടിൽ നിന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു, അമ്മ കാളി ഗംഗ കടന്ന് വരുന്നതായിട്ട് കണ്ടു, അമ്മയുടെ കാൽപാദം പതിഞ്ഞെന്ന് പറയുന്നൊരു ഭാഗത്ത് നമുക്കിപ്പോൾ പൂജ ചെയ്യണമെന്ന്. കണ്ടോ, രണ്ടുപേരും ഒരേ കാഴ്ച കണ്ടു. ഒരാൾ മാത്രം കണ്ടെങ്കിൽ ശരിയാണ്, പക്ഷെ ബ്രഹ്മാനന്ദ സ്വാമികൾ കണ്ട അതേ കാര്യം ആര് കണ്ടു? വിവേകാനന്ദ സ്വാമികൾ കണ്ടു. അങ്ങനെ പൂജ ചെയ്തു എന്ന് പറയണം. അതെങ്ങനെയായിരിക്കും അങ്ങനെ ദേവതാ ദർശനം കാണാൻ കഴിയുക? ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടു, തീർത്ഥപാദ പരമഹംസർ വാഴൂർ തീർത്ഥപാദ പരമ്പരയിലെ സ്വാമിജികൾ അതിൻ്റെ തുടക്ക ഇട്ട വിദ്യാനന്ദ തീർത്ഥപാദർ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ദേവതാ ദർശനം സാധ്യമാണോ? സാധ്യമാണ്. നിങ്ങൾക്ക് ഈ പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? പ്രപഞ്ചം സത്യമാണോ? ഇപ്പം സത്യമാണോ? വേദാന്തം പറയുന്നത് സത്യമല്ല, ഇപ്പം സത്യമാണോ? ആണ്. എന്നാൽ ദേവതാ ദർശനവും സത്യമാണ്. അല്ല, പ്രപഞ്ചം സത്യമല്ലെങ്കിൽ ദേവദർശനവും സത്യമല്ല. പക്ഷെ ഇപ്പം പ്രപഞ്ചം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ദേവതകളെ കാണാൻ കഴിയും. ഭഗവത് ദർശനവും സാധ്യമാണ്. എപ്പോൾ കാണാൻ പറ്റും? സ്വപ്നത്തിൽ കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടെ സാത്വികമാണെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ തന്നെ കാണാൻ പറ്റും. ജാഗ്രത അവസ്ഥയിൽ കണ്ടവരുണ്ടല്ലോ എത്രയോ പേര്. അപ്പോൾ എത്രത്തോളം നമ്മുടെ മനസ്സിൽ, ഇപ്പോൾ നമ്മളല്ലേ കണ്ണാടി പോലെ ഇരിക്കുന്ന നമ്മുടെ മനസ്സിനെ എത്രത്തോളം അതിൻ്റെ മാലിന്യങ്ങളെ തുടച്ച് വൃത്തിയാക്കി അല്ലേ, അതിൽ പൊടി പിടിച്ചിരിക്കുന്ന ഈ പൊടിയൊക്കെ എത്രത്തോളം ജപ അല്ലേ, കീർത്തന സാധന, ശ്രവണം അല്ലേ, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, നവതാ ഭക്തിയെക്കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. എത്രത്തോളം ഈ ഭക്തി സാധനകളിലൂടെ, അതാണ് ഭക്തിയുടെ മഹാത്മ്യം. കാരണം നമ്മളെല്ലാവരും പ്രത്യേകിച്ചും ഭക്തിയാണ് കൂടുതൽ അല്ലേ ഇഷ്ടപ്പെടുക, സമർപ്പണം. ഇപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു, ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ല ഭഗവാന്റെ ഇച്ഛയാണ് നമ്മുടെ ഇച്ഛ, നമ്മുടെ ഇച്ഛയാണോ ഭഗവാൻ്റെത്? പലപ്പോഴും നമ്മുടെ ഇച്ഛ, നമ്മുടെ ആഗ്രഹം ഭഗവാനെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ പല ഇതൊക്കെ വന്ന സമയത്ത് ചില സ്ഥലത്ത് ചില നിയന്ത്രണങ്ങൾ മാറ്റുക, പൂജ മാറ്റുക, അമ്പലത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി മാറ്റുക, നിയന്ത്രണവും പൂജയും ഭക്തന്മാരുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റുക, ഭഗവാന് വേണ്ടിയിട്ടല്ല ഭക്തന്മാർക്ക് വേണ്ടി പറ്റുക. അപ്പോഴും വന്നൊരു ചർച്ചയാണ്, ഭഗവാന്റെ ഇച്ഛയാണോ നമ്മുടെ ഇച്ഛ, നമ്മുടെ ഇച്ഛ ആയിരിക്കണോ ഭഗവാൻ്റെത്? ഭഗവാന്റെ ഇച്ഛ അല്ലേ. ശരിക്കുള്ള ഭക്തൻ എന്താണ്? അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ എന്നാണ്. അല്ലെങ്കിൽ എൻ്റെ ഇച്ഛ പോലെ അങ്ങ് വരരുത്, അങ്ങ് വഴങ്ങി വരണം, അങ്ങനെയല്ല. ഇത് ചിന്തിക്കുക, ഇതാണ് സമർപ്പണം. ഈ ഒരു സമർപ്പണ ഭാവത്തിലൂടെ എപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ, രാഗദേശങ്ങൾ, പ്രധാനമായിട്ട് പറയും രാഗദേശങ്ങൾ. ഇപ്പോൾ തന്നെ അറിയാം, റൂം ഷെയർ ചെയ്ത ആൾക്കാരുണ്ടല്ലേ, ഒരേ അല്ല, കപ്പിൾസ് അല്ല, കപ്പിൾസാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ദൂരെ നിന്ന് വന്നിട്ട് പല സാഹചര്യങ്ങളെന്ന് പറയുന്നവർ എന്താ, ഒരാൾ ഫാന് വാളിൽ ഇതിലിടും, ഒരാൾക്കാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടമല്ല, ചിലർ എ സി വേണം, ചിലർക്ക് എ സി വേണ്ട. എന്താ വെച്ചാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചില സമയത്ത്. പലരും അതുകൊണ്ട് പറയും എനിക്ക് ഒറ്റയ്ക്ക് റൂം മതി, അല്ലെങ്കിൽ ഞങ്ങൾ കപ്പിൾസിന് മതി. എപ്പോഴും നിങ്ങൾ ഈ ക്യാമ്പിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത് ശരിക്കും. അതുകൊണ്ട് സാധന ക്യാമ്പാണ് ശരിക്കും. സാധന ക്യാമ്പ് എന്ന് വെച്ചാൽ ചില സാധന ക്യാമ്പിൽ ഒരുപാട് പരാതി വരും, ഭക്ഷണം ശരിയല്ല. ഇവിടെ ഒന്നും അങ്ങനെ ഒരു പരാതിയേ വരില്ല അല്ലേ, ഇവിടെ അങ്ങനെ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ടാണ് കഷ്ടം. പുറത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ പരാതി വരുന്നത് അല്ലേ, ഇന്നത്തെ ചോറ് വെന്തില്ല അല്ലേ, അല്ലെങ്കിൽ റൂമിൻ്റെ കൊതുകടിയായിരുന്നു, മുഴുവൻ കൊതുകടിയായിരുന്നു. പക്ഷെ അത് വരണം, വെറുതെ അല്ല, അത് വരണം, അപ്പോഴേ സാധനയാവുള്ളൂ. എല്ലാം സുഖമായിട്ടിരുന്നാലോ. അതുകൊണ്ടാണ് ഇന്നത്തെ തീർത്ഥയാത്രകളൊക്കെ വളരെയധികം ആധ്യാത്മിക അനുഭവങ്ങളൊന്നും തരുന്നില്ല. ഇന്ന് സുഖമാണല്ലേ, നിങ്ങൾ ഫ്ലൈറ്റിൽ പോകണു,
അവിടെ തന്നെ നിങ്ങൾ അല്ലേ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുന്നു, നിങ്ങളെ കൊണ്ടുപോകണം, നിങ്ങൾ നടക്കുന്നില്ല അല്ലേ. നിങ്ങൾക്ക് പിന്നെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പുരോഹിതൻ നേരെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രസാദവും തരും, നിങ്ങൾ ക്യൂ നിൽക്കണ്ട, വളരെ സുഖം. ശരിക്കും ഈ കഷ്ടപ്പാടാണ്, ശരിക്കും ഈ അലച്ചിലും വലച്ചിലുമാണ് ആധ്യാത്മികമായിട്ട് നമ്മുടെ അഹങ്കാരത്തെ തട്ടിയുടയ്ക്കുന്നത്. അഹങ്കാരത്തെ തട്ടിയുടയ്ക്കുക, അഹങ്കാരമാണ് ഇവിടുത്തെ തടസ്സം. ഈ അഹങ്കാരത്തെ തട്ടിയുടയ്ക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ പലയിടത്തും നിന്ന് അപമാനിക്കപ്പെടേണ്ടിയിരിക്കണം. അപമാനം നല്ലെന്നാണ് പറയണത്, പലപ്പോഴും അപമാനിക്കപ്പെടണം. പക്ഷെ നമ്മൾ ആരെയും തയ്യാറാണോ അവമാനം ഏൽക്കാൻ വേണ്ടിയിട്ട്? അല്ലേ? എപ്പോഴും നമ്മളവിടെ ഒന്നാമനായിട്ട് നിൽക്കണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂ ശരിക്കും. പക്ഷേ ഈ അപമാനിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ചില സമയത്ത് പുകഴ്ത്തലുകൾ, ഈ രണ്ട് സിദ്ധ്യ അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗോച്ചിത്, ഈ എല്ലാ അവസ്ഥയിലും തന്നെ മനസ്സിനെ എങ്ങനെയാണോ ഒരാൾക്ക് തൻ്റെ സമ അവസ്ഥയിൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് മൈൻഡ് അല്ലേ, മനസ്സിൽ ഒരു തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളും ഉണ്ടാവാതിരിക്കാനുള്ള ആ ഒരു ഭാവം ആരാർജിക്കുമോ, മനസ്സെന്ന് വെച്ചാൽ നിരന്തരം വിക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മനസ്സെന്ന് വെച്ചാൽ സങ്കല്പ വികൽപ്പാത്മകം മനഃ, സങ്കല്പം വികല്പം സംകല്പം, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ വികല്പം എന്ന് വെച്ചാൽ ആ ചിന്തകൾ മാറും, പോവും, അടുത്ത ചിന്തകൾ വരും, സങ്കല്പം വികല്പം, ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ചിന്തകൾ പോകും. എങ്ങനെ ചിന്തകൾ ഉണ്ടാവണം? നമ്മൾ കാണുന്ന ഏതിൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന പല ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളിലൂടെ, കാഴ്ചകളിലൂടെ, കേൾവികളിലൂടെ ഓരോ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ അതെങ്ങനെ ഉണ്ടാവും? നമ്മുടെ വാസനകളാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. ഒരേ കാഴ്ച രണ്ടുപേർ കണ്ടു, അല്ലെ, ഒരു ലഡു ഇവിടെ കണ്ടു, ഒരാൾക്കത് ഇപ്പോൾ കഴിക്കണമെന്ന് തോന്നും, ഒരാൾ പറയാണ് അങ്ങോട്ട് അല്ലേ അത് എനിക്ക് വേണ്ട. കാരണം ഈ രണ്ടും നമ്മുടെ രണ്ട് വാസനയാണ്. ഒരാൾക്ക് മധുരം വളരെ ഇഷ്ടമാണ്, ഒരാൾക്ക് മധുരം ഇഷ്ടമല്ല, ഒരാൾക്ക് അച്ചാർ ഇഷ്ടമാണ്, ഒരാൾക്ക് അച്ചാർ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഒരേ കാഴ്ച കണ്ടാലും നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വാസനകളാണ് അതിനെ രണ്ട് തരത്തിൽ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ മനസ്സ് പല സങ്കല്പങ്ങളിലും വികല്പങ്ങളിലും കുടുങ്ങി. ഇനി ഈ സങ്കല്പങ്ങൾ പ്രക്ഷുബ്ധമായാലോ, രജോഗുണം കൂടിയാലോ അതിൽ കാമവും ക്രോധവും വർദ്ധിക്കും. തമോ ഗുണമാണെങ്കിലോ ആലസ്യം, മടി, നിദ്ര അല്ലേ, ഇതെല്ലാം വരും. സാത്വികമാണെങ്കിലോ, സാത്വികമായ ഉണർവാണെങ്കിൽ എന്തു ചെയ്യും? വളരെയധികം ദയ, പ്രസന്നത, സ്നേഹം, ഇതൊക്കെയാണ് സാത്വികമായിട്ടുള്ള മനസ്സിൻ്റെ പുറത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സാത്വികമായിട്ടുള്ള ഭാവം നമ്മൾ എപ്പോഴും ആർജിക്കണം. വേദാന്ത ശ്രവണം പോലുള്ള കാര്യങ്ങൾ ഈ തരത്തിൽ നമ്മളെ സാത്വികമായിട്ട് നമ്മളെ ഉയർത്തുമെന്ന് ആചാര്യന്മാർ നമ്മളോട് പറയണം. നമുക്കൊരു ശ്ലോകം അടുത്ത് രണ്ടാമത്തെ ഒരു ശ്ലോകമായിട്ടുണ്ട്, 6-ാമത്തെ അധ്യായമാണ്. 6-ാമത്തേലേക്ക് വേണ്ടത്. 6-ാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താണ്? ഒരു ചോദ്യം ചോദിക്കാം. എല്ലാവർക്കും അറിയാലോ. 2-ാമത്തെ അധ്യായം എന്തായിരുന്നു? ഇനി തിരിച്ചിങ്ങോട്ട് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ഈ 6-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം പറയണു, തം വിദ്യാ ദുഃഖ സംയോഗം വിയോഗം യോഗ സംജിതം സ നിശ്ചയേന യോക്തവ്യഃ യോഗോ നിർവിണ്ണ ചേതസഃ. തം വിദ്യാത് ദുഃഖ സംയോഗം, 6-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം കേട്ടോ. തം വിദ്യാത് ദുഃഖ സംയോഗം വിയോഗം യോഗ സംജിതം. ഏതെന്നുള്ള വിയോഗം, ഏതെന്നുള്ള സംയോഗം? ദുഃഖത്തിൽ നിന്ന് വിയോഗം അല്ലേ, സുഖത്തിനോട് സംയോഗം വേണം, തിരിച്ചാണെങ്കിൽ പ്രശ്നമാവും. അപ്പം അങ്ങനെ നടക്കണം. ഇതെന്തുകൊണ്ട് നേടും? സ നിശ്ചയേന യോക്തവ്യ യോഗോ നിർവിണ്ണ ചേതസ, അല്ലെ പറയും ഇവിടെ വൈരാഗ്യം അല്ലേ, വൈരാഗ്യമുള്ളവന് മാത്രമേ ഇത് ഭവിക്കൂ. അല്ലെങ്കിൽ ഈ ദുഃഖം നമ്മളെപ്പോഴും എന്ത് ചെയ്യും? കീഴടക്കൊണ്ടേയിരിക്കും. ദുഃഖത്തെ മറികടക്കുക. ഒരിക്കലും ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു അമ്മ ശ്രീബുദ്ധൻ്റെ അടുത്ത് ചെന്നായിട്ട്, എന്താ അമ്മയുടെ ദുഃഖം? തൻ്റെ ഒരേ ഒരു പുത്രൻ മരിച്ചുപോയി അല്ലേ, കഥ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ബുദ്ധൻ വളരെ വലിയൊരു മഹാ ആചാര്യനായിട്ട് അറിയപ്പെടുന്നുണ്ടല്ലോ. അതിപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വല്ല സിദ്ധികൾ വല്ലതും കിട്ടുമോ?
ബുദ്ധൻ പറഞ്ഞു, അമ്മയുടെ കുട്ടിയെ ഞാൻ തിരിച്ചു തരാം, പക്ഷെ അമ്മ എനിക്കൊരു ചെറിയൊരു കാര്യം കൊണ്ടു തരണം. എന്ത് കാര്യം? കുറച്ച് എള്ളല്ലേ. എവിടുന്ന് കൊണ്ടുവരണം? ആരും അല്ലേ, ഉറ്റവരാരും നഷ്ടപ്പെടാത്ത ആരെങ്കിലും കയ്യിൽ നിന്ന്, അല്ലേ, ഉറ്റവരും ഉടയവരെന്നും നഷ്ടപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് അമ്മ ഈ പറയുന്ന എള്ളു കൊണ്ടുതരണം. അങ്ങനെ അമ്മ പറഞ്ഞു, അത് വളരെ നിഷ്പ്രയാസമല്ലേ, നിഷ്പ്രയാസം എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി. അന്ന് മുതൽ അമ്മ യാത്ര തിരിച്ചു, ഓരോരുത്തരെയും പോയി കണ്ടു. ചിലപ്പോൾ നമ്മുടെ അടുത്തും വന്നു കാണും അല്ലേ. നമ്മളോടും ചോദിച്ചു, നിങ്ങളുടെ ആരെങ്കിലും ഉറ്റവരും ഉടയവരൊക്കെ? തീർച്ചയായിട്ടും പോയിട്ടുണ്ടല്ലേ. നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, നമുക്കാർക്കും കൊടുക്കാനില്ല. അങ്ങനെ വർഷങ്ങളോളം ഈ അമ്മ അലഞ്ഞിരിഞ്ഞ് പലരുടെ അടുത്ത് പോയിട്ടും ആരിൽ നിന്ന് ലഭിച്ചില്ല. തിരിച്ച് ബുദ്ധനടുത്ത് പോയി. ബുദ്ധൻ ചോദിച്ചു, അമ്മ അത് കിട്ടിയോ ഈ എള്ള്? പക്ഷെ അമ്മ മുഖമൊന്നും ഇപ്പോൾ ആ പഴയ പരാതിയില്ല, ദുഃഖമില്ല, അമ്മയുടെ മുഖത്ത് പ്രസന്നതയുള്ളൂ. കുട്ടിയെ ജീവിപ്പിക്കണ്ടേ? അമ്മ പറഞ്ഞു, ഞാൻ ആ സത്യത്തെ തിരിച്ചറിഞ്ഞു. എന്താ സത്യം? അങ്ങനെയല്ല, വിയോഗം എന്ന് പറയുന്ന സത്യമാണ്. മരിച്ചവരൊക്കെ അല്ലേ, ജനിച്ചവരൊക്കെ മരിക്കും അല്ലേ. എവിടെയാണ് പറയുന്നത്? അത്യന്മരാമടുത്ത് പറയുന്നുണ്ട് അല്ലേ. അത്യന്മരാമടുത്ത് നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ജനിച്ചവരൊക്കെ മരിക്കും, മരിച്ചവരൊക്കെ വീണ്ടും ജനിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പറയുന്നു, ഈ ജനിച്ചവരൊക്കെ മരിക്കും ഒരിക്കലും. നമുക്കും തന്നെ ബാല്യാവസ്ഥ ഉണ്ടായിരുന്നു, കുറച്ചാലും കൗമാരാവസ്ഥ, പിന്നെ യൗവനാവസ്ഥ, പിന്നെ തരുണാവസ്ഥ അല്ലേ, 40 അങ്ങനെയൊക്കെ വരുന്ന, പിന്നെ അറിയാൻ പറ്റില്ല, വാർദ്ധക്യാവസ്ഥ അല്ലേ. ആരും അംഗീകരിച്ചു തരില്ല, എന്നാലും വാർദ്ധക്യാവസ്ഥ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് ചിന്ത. ഇതാണ് ഈ സാക്ഷാൽ ശ്രീബുദ്ധനെ പോലും, അദ്ദേഹം ഒരു സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നു. അദ്ദേഹത്തിന് ജ്യോതിഷി ഈ കുട്ടി പ്രസവിച്ച സമയത്ത് പറഞ്ഞു, ഈ കുട്ടി ഒരു പക്ഷേ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിയായിട്ട് മാറും. പക്ഷെ വേറൊരു ചാൻസ് കൂടെ ഉണ്ട്. എന്താ ചാൻസ്? അല്ല, ഈ ലോകം കണ്ട ഏറ്റവും വലിയ സന്യാസിയാവും. അച്ഛൻ ഏതാ ഇഷ്ടം? എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും ഏതാ ഇഷ്ടം? ലോകം കണ്ട ഏറ്റവും വലിയ സന്യാസിയാവണോ? ഇല്ല. നമ്മൾ സന്യാസത്തെ പോലത്ത് സന്യാസിമാരെയൊക്കെ കാലത്ത്, പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ സന്യാസിയാവണമെന്ന് വെച്ചാൽ നമ്മൾ അത് വേണ്ട, അത് ചോദിക്കണ്ട അല്ലേ, അംഗീകരിക്കൂ. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇതൊരിക്കലും സംഭവിക്കരുത്. അതുകൊണ്ട് അച്ഛൻ കുട്ടിക്കാലത്തിന് ഈ കുട്ടി ഒരിക്കലും സന്യാസത്തിലേക്ക് ഒരാളെ നയിക്കുന്നത് എന്താണ്? ലോകത്തിലെ വിഷമങ്ങൾ, കഷ്ടതകൾ അല്ലേ. അതാണ് ശരിക്കും സന്യാസം എന്ന് വെച്ചാൽ കഷ്ടതയും വിഷമമാണ്. അതൊരിക്കലും ഈ കുട്ടി അറിയാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഈ ശരിക്കും ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, എഡ്വിൻ അർണോൾഡ് എഴുതിയ. അതിൽ പറയുന്നു, ശരിക്കും അവിടെയുള്ള മരങ്ങളിൽ ഒരു പഴുത്ത ഇലയോ ഉണങ്ങിയ ഇലയോ പോലും ഈ പറയുന്ന സിദ്ധാർത്ഥ രാജകുമാരൻ കാണരുത്. എന്നാൽ ചോദിക്കുക, എന്താ ഈ ഇല പഴുത്തു പോയത്, എന്താ ഇല ഉണങ്ങിപ്പോയത് അല്ലേ. അങ്ങനെ ചോദിച്ചാലേ ചോദ്യമായില്ലേ, ഇതെന്താ മാറ്റം വരുന്നത്? രണ്ടാമത്തെ ഒരു വൃദ്ധന്മാരെയും കാണരുത്. മിക്കവാറും 35-40 വയസ്സൊക്കെ ആവുന്ന തന്നെ എല്ലാവരെയും മാറ്റം അവിടുന്ന്. എല്ലാ യുവാക്കളെയും യുവതികളെയും മാത്രമേ കാണാവൂ. ഇങ്ങനെയുള്ള കടുത്ത നിയന്ത്രണത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ വളർത്തിയെന്ന് പറയുന്നത്. ഇദ്ദേഹം ആ കൗമാരമൊക്കെ പിന്നിട്ടു, കല്യാണം കഴിഞ്ഞു. നിങ്ങളറിയാം, ഒരു ചെറിയ കുട്ടിക്ക് ജനിച്ചാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലേ. എല്ലാവരും പറയും ഇവന് ഒരു ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ ചെറിയൊരു ഈ കുറച്ച് ആത്മീയതയുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും ഇനി കൈവിട്ടു പോവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ചിലപ്പോൾ അതോടുകൂടിയായിരിക്കും പോട്ടെ, അതിനെക്കുറിച്ച് പോകണ്ട. അപ്പോൾ അങ്ങനെ വിവാഹം കഴിപ്പിക്കാം, അങ്ങനെ ആക്കാം. അപ്പോൾ കഴിപ്പിച്ചു, കുട്ടിയായി. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹത്തിന് ഒരു മടുപ്പ് തോന്നി. എന്താ ഇതെല്ലാം ഇങ്ങനെ അല്ലേ, എല്ലാം ഒരേപോലെ. എനിക്കൊന്ന് പുറത്ത് പോകണം, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് പുറത്ത് പോകണം. ഇവിടെ 1.5 ദിവസമായുള്ളൂ, അതിന് വേണ്ടി പുറത്ത് പോകണം എന്നറിയാമല്ലേ. കുറേ മടുപ്പ് തോന്നി, ഒന്ന് പുറത്ത് പോകണം. പുറത്ത് പോയി, അദ്ദേഹത്തിൻ്റെ സാരഥി അദ്ദേഹത്തിനെ പുറത്തു കൊണ്ടുപോയി. കുറേ ദൂരം പോയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എന്താ ആദ്യത്തെ കാഴ്ച? ആദ്യം കണ്ടത് എന്ന് വെച്ചാൽ ഒരു രോഗിയെ കണ്ടു, ചുമച്ച് കുരച്ചു പോകണം. അപ്പോൾ ചോദിച്ചു, ഇതെന്താ? അദ്ദേഹത്തിന് അധികം ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടതില്ല, കാരണം രാജാവിൻ്റെ മകനല്ലേ, വൈദ്യന്മാരെല്ലാം അടുത്തുണ്ടായിരുന്നു. അത് ഈ അസുഖം ബാധിച്ചു, വയ്യാതെ ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവമാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഭാവമാണ്. ആദ്യമായിട്ടാണ് ഈ സാരഥി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനെ കണ്ടു.
അത് ചോദിച്ചു ഇതെന്താ ഇപ്പോൾ തലമുടിയൊക്കെ നരച്ചു പോണത്? അവർ ഇത് എല്ലാവർക്കും വരും കുമാര, അങ്ങയ്ക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും, ഇത് നമ്മുടെ ഒരു അവസ്ഥയാണ്, അടുത്ത് വാർദ്ധക്യം വരും ഈ സമയത്ത്. അപ്പോഴിതേത്തിലുള്ള വലിയൊരു ട്രാൻസ്ഫർമേഷൻ, പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഇതുവരെയും കാണാത്ത കാഴ്ച, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്, നമ്മൾ ശരിക്കും തിരിച്ചറിയണില്ല. ഒന്ന് കണ്ണാടി തിരിച്ചു പിടിച്ചാൽ നമ്മൾ മറ്റുള്ളവർ നോക്കിയില്ലേ, ഇയാളെന്താ ഇങ്ങനെ ഇരിക്കണത്, എന്താ ഉറങ്ങണത്? നമ്മൾ ശരിക്കും ഉറങ്ങുകയാണ്, നമ്മൾ ജീവിതത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർ നോക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ, ഇയാളെന്താ അങ്ങനെ നടക്കുന്നത്. പക്ഷെ തിരിച്ചു പിടിച്ചാൽ മതി, ഇതെല്ലാം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ആളിനെ കണ്ടു. മൂന്നാമത്തെ ആളെന്ന് വെച്ചാൽ മൂന്നാമത്തെ ഒരു മരണം, ഒരു ശവശരീരം കൊണ്ടുപോയാണ്. അപ്പോൾ സിദ്ധാർത്ഥരാമൻ ചോദിച്ചു, ഇതെന്താ ഈ ശവശരീരം ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകണം? അത് മരിച്ചു പോയതാണ് അയാൾ. ഞാനും മരിക്കുമോ? അങ്ങയും മരിക്കും, ഞാനും മരിക്കും, എല്ലാവരും മരിക്കും. വലിയ ഷോക്കായി. കുറച്ചുകൂടെ അപ്പോഴേ അദ്ദേഹത്തിൽ വലിയൊരു സ്തംഭനാവസ്ഥ വന്നു. കുറച്ചുകൂടെ പോയപ്പോൾ ഒരു സന്യാസിയെ കണ്ടെന്നു, കാവ്യ വസ്ത്രം ധരിച്ച് ഒരാൾ പോകണം. എന്നെ ചോദിച്ചു ഇതാരാണെന്ന് വെച്ചു. ഇതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇത് ഈ നമ്മൾ ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു വിദ്യയുണ്ട്, ആത്മവിദ്യ. ഇതിലേക്ക് ആരാണോ സർവ്വവും തിരിച്ചു പോകുന്ന ആളാണ് ഈ സന്യാസി. ഉടനെ ഇദ്ദേഹം പറഞ്ഞു രഥം നിർത്താൻ പറഞ്ഞു. എന്താ, ഞാൻ സന്യാസം എടുക്കാൻ പോകണം. നോക്കൂ, ഒരു ദിവസം പുറത്തിറങ്ങി ഒരു രഥയാത്ര കൊണ്ട് തന്നെ, ഒരു രഥത്തിൽ യാത്ര കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടും. നമുക്ക് എത്ര ആളെ പിടികിട്ടാൻ? തിരിച്ചു പോയി അന്ന് തന്നെ രാത്രി അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ നിന്ന്, നമുക്ക് വലിയ കൊട്ടാരമൊന്നും പോട്ടെ, കൊട്ടാരത്തിൽ നിന്ന് അന്ന് രാത്രി തന്നെ പുറത്തിറങ്ങിയെന്നാണ് പറയണം. അങ്ങനെയാണ് 7-8 വർഷങ്ങൾ നീണ്ട അഗാധമായിട്ടുള്ള തൻ്റെ അന്വേഷണങ്ങൾ, തപസ്സുകൾ, ഇതിൻ്റെ പരിസമാപ്തിയായിരുന്നു എവിടെ സംഭവിച്ചത്? ബോധഗയ അല്ലേ? ബോധഗയയിൽ വെച്ച് ഒരു പൗർണമി രാത്രിയിൽ അദ്ദേഹത്തിന് പ്രബുദ്ധത്വം അല്ലെങ്കിൽ നിർവ്വാണം, അങ്ങനെയല്ലേ പറയുന്നത്? ശരിക്കും ഈ നിർവ്വാണം എവിടുന്നാണ് വന്നത്? വാക്ക് എവിടുന്നാണ് വന്നത്? നമ്മളിന്നല്ലേ, നിർവ്വാണാഷ്ടത്തിൽ നിന്നല്ലേ? ശരിക്കും നിർവ്വാണം നേരത്തെ ഉള്ളതാണ്. നേരത്തെ സംസ്കൃതത്തിൽ നമ്മളിൽ ആധ്യാത്മികമായിട്ട് പദാവലിയിൽ ഉണ്ടായിരുന്നതാണ് നിർവ്വാണം. ആ നിർവ്വാണത്തെയാണ് പ്രാപിച്ചത്, മോക്ഷത്തെയാണ് അദ്ദേഹം പ്രാപിച്ചത്. അപ്പം ഇതാണ് ദുഃഖം, വിയോഗം. ഇപ്പം ഏതിനോട് സംയോഗം? ആത്മാവിനോട് സംയോഗവും ഈ ശരീരാദികളിൽ നിന്നുള്ള വിയോഗം. ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയുണ്ട്. സ്വാമിജിയുടെ ഇവിടെ ഈ നിർവ്വാണാഷ്ടകം, ഇതിൻ്റെ അവസാനത്തെ ഒരു ക്ലാസ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ അതിൽ പറയണു, ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, അഹങ്കാരാദികളല്ല, ഇതിൽ നിന്ന് വിയോഗം വന്നാൽ എന്നോട് സംയോഗം, ആത്മാവിനോട് സംയോഗം. ഇവിടെ മാത്രമേ നമ്മൾ ദുഃഖത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ത്യജിക്കുവാൻ കഴിയൂ എന്ന് പറയണം. ഇനി മറ്റൊരു ശ്ലോകം പറയണു. ഈ ശ്ലോകം ഇത് 2-ാമത്തെ അധ്യായത്തിലാണ്. ഇതിങ്ങനെ ഒന്നാണ് 2-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം. പ്രധാനപ്പെട്ട നമ്മുടെ വാനപ്രസ്ഥ ക്യാമ്പായതുകൊണ്ട് തന്നെ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദഃ ആഗമാപായിനോ നിത്യാഃ താൻ തിദിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാക ആഗമ അപായിനാഹ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. എനിക്ക് തോന്നുന്നു ആ കൊറോണ സമയത്തൊക്കെ കുറേ കേട്ടത് ഇത് ആഗമ അപായിനാഹ അനിത്യാഹ അല്ലേ? ഈവൻ ദിസ് വിൽ പാസ്. ഗുരുദേവൻ്റെ വരുന്നുണ്ടല്ലോ, റെക്കോർഡ്സ് ഉണ്ടല്ലോ, ഇതും കടന്നു പോകും അല്ലേ? നമ്മൾ അന്ന് തന്നെ പലർക്കുമൊക്കെ ജീവിതത്തിൽ വലിയ നൈരാശ്യം വന്നില്ലേ? 1.5 വർഷം കൊറോണ ഇങ്ങനെ അല്ലേ പിടിച്ചു മുറുക്കിയ സമയത്ത് സാമ്പത്തികമായിട്ട് തളർന്നു പോയവരുണ്ട്, സാമൂഹികപരമായിട്ട് ഒറ്റപ്പെട്ടവരുണ്ട്, അപ്പോൾ പിന്നെ മാനസികമായിട്ടൊക്കെ തളർന്നവരുണ്ട്. അപ്പോഴെല്ലാം നോക്കൂ, ഇവിടെ വേദാന്തം ഉണ്ടായിരുന്നെങ്കിൽ. ഇടയ്ക്ക് ഞാൻ ഒരു ദമ്പതികളെ തൃശ്ശൂർ വെച്ച് കണ്ടപ്പോൾ അവർ പറഞ്ഞു, സ്വാമി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇന്നും പിടിച്ചു നിർത്തിയിരിക്കുന്ന ഭഗവത്ഗീതയാണ്. ഈ ഭഗവത്ഗീതയെ ഈ ശ്ലോകങ്ങൾ മനനം ചെയ്തതെന്നുള്ള ജ്ഞാനത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം ജീവിതത്തിൽ കൊടിയ ദുഃഖങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും ദുഃഖമാണ് കേട്ടോ, ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ ജീവിതം മുഴുവൻ ദുരന്തങ്ങളും ദുഃഖങ്ങളുമായിരുന്നു. ഇപ്പം ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഭഗവാൻ തന്നെ നോക്കൂ, അഭിമന്യുവിനെ മരിച്ചു. എല്ലാവരും വിലപിക്കണ്, ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. ഭഗവാൻ എന്താ ചെയ്യുക അവിടെ? ഭഗവാൻ എന്താ ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? ആഗമാപായിനാഹ, ഈ വന്നത് അല്ലേ, വന്നു അല്ലേ, ഇതും കടന്നു പോകും, ഈ നിമിഷവും കടന്നു പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നാശമുണ്ട്.
ഇത് മനസ്സിലാക്കുക. അഗമ അപായിനാഹ അനിത്യാഹ മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖദാഹ. ഈ വിഷയങ്ങളെല്ലാം ഏതൊക്കെ? ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം. ഇതെല്ലാം നമ്മളെല്ലാം ഏത് കാര്യത്തിലായാലും, പ്രത്യേകിച്ച് നമ്മുടെ ഇതൊരു വാനപ്രസ്ഥ ക്യാമ്പായതുകൊണ്ട് ശരിക്കും നമുക്കറിയാം, നമ്മുടെ പ്രായമാറുമ്പോൾ അപ്പോൾ സ്വാമിക്ക് വയസ്സായെന്ന് ചോദിക്കരുത്. സ്വാമിക്ക് എങ്ങനെ ഈ വാർദ്ധക്യാവസ്ഥയിലുള്ള കാര്യങ്ങൾ അറിയാം? കാരണം അതിനിപ്പോൾ വാർദ്ധക്യം ആവണമെന്നില്ല, അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കമ്പനി പ്രായമായവരോടായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ള സമപ്രായക്കാരോ കുട്ടികളായിട്ടൊന്നും ഒരു കമ്പനിയില്ല. കാരണം നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നതും കാര്യങ്ങൾ ചോദിക്കാവുന്നതും മുതിർന്ന ആൾക്കാർ. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ജീവിതാനുഭവം. അതുകൊണ്ടാണ് ഈ ആധ്യാത്മികതയിലുള്ളവരെ ചിലരെ നമ്മൾ തിരിച്ചറിയവർ ജ്ഞാനവൃദ്ധന്മാരെന്ന് പറയും. വൃദ്ധത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായെന്നല്ല. വൃദ്ധത്വം എന്ന് വെച്ചാൽ വൃദ്ധി, വർദ്ധിച്ചത്. എന്ത് വർദ്ധിച്ചത്? അത് പക്ഷേ ജ്ഞാനമായിരിക്കണം, അല്ലേ? അറിവായിരിക്കണം, എക്സ്പീരിയൻസ് ആയിരിക്കണം. അവിടെയാണ് നമ്മൾ വൃദ്ധത്വം കാണേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രായമായ മുത്തശ്ശിമാരിലും മുത്തശ്ശന്മാരൊക്കെ അവരനുഭവിച്ച ഏകാന്തത. അന്ന് അവർ പറയും, എനിക്ക് ഇന്ന ആളിനെ കാണണം, ഇന്നടത്തോട്ട് പോകണം. പക്ഷെ നമ്മളവരെ കളിയാക്കും. പക്ഷേ നോക്കൂ, ഇന്ന് നമ്മൾ ആരിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മളൊരാൾ വിളിച്ചില്ലെങ്കിൽ, പലരും പറയും എന്നെ വിളിച്ചില്ലെങ്കിൽ, എന്നെ കണ്ടില്ലെങ്കിൽ. ഒരു സന്യാസി മരിക്കാൻ കിടന്ന സമയത്ത്, സത്യമാണ് കേട്ടോ, അദ്ദേഹം ഒരു ലിസ്റ്റുണ്ട് എഴുതി, എന്തോ അല്ലുള്ളൂ വിചാരിച്ചു വേറെ എന്തോ എഴുതി വയ്ക്കുകയാണെന്ന് വിചാരിച്ചു. എഴുതി വെച്ചിട്ട് ഒരാളെ കൊടുത്തു. പിന്നീട് ചോദിച്ചു എന്താ സംഭവം എന്ന് പറഞ്ഞു, ഞാൻ ഇത്രയും വയ്യാതെ കിടന്നിട്ട് എന്നെ കാണാൻ വരാത്തവരുടെ ലിസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇത് തമാശയായിട്ട് പറഞ്ഞെങ്കിൽ ഇതൊരു സംഭവം നടന്നതാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരല്ലേ ഇത് ശരിക്കും? അത്രയും കാലം ഈ സാധന അനുഷ്ഠിച്ചിട്ടും, അല്ലേ? ഒരു സ്വാമി ഒരു ആശ്രമത്തിൽ, ഞാനിങ്ങനെ കുറേ കാലം താമസിച്ചുകൊണ്ട് എനിക്കറിയാം കുറേ കഥകൾ. അതിന് പറഞ്ഞു, ഒരു ആശ്രമത്തിൽ താമസിക്കണമെങ്കിൽ എന്തെങ്കിലും സേവ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും സേവ ചെയ്യണം. അപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ എന്ത് സേവ ചെയ്യാൻ പറ്റും? നമുക്ക് കായികമായിട്ടൊന്നും ശക്തിയില്ല. അപ്പോൾ പറഞ്ഞു നാമം ജപിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉച്ചത്തിൽ നാമം ജപിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഹൃദ്രോഗിയാണ്, ഉച്ചത്തിൽ നാമം ജപിച്ചാൽ എനിക്ക് നെഞ്ചുവേദന വരും, ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാലോ. അപ്പോഴാണ് ആ വലിയ സ്വാമി പറയണോ, തനിക്ക് മരണത്തിനെ പേടിയാണോ? നാമം ജപിച്ചു മരിച്ചു പോകണമെങ്കിൽ മരിച്ചു പോട്ടെ. അപ്പോൾ ഏതാ പ്രശ്നം? ഞാൻ ഉച്ചത്തിൽ നാമം ജപിച്ചാൽ ചിലപ്പോൾ ഈ നിങ്ങൾക്കറിയാലോ, ഈ പ്രത്യേകിച്ച് ഈ മൈക്രോഫോണുള്ള സാധനങ്ങൾ, ഈ നമ്മുടെ ഇത് വയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഏതാണ് പേസ് മേക്കർ വയ്ക്കുന്നവർ ഒരിക്കലും ഈ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 ഇൻസിഡൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴവർക്ക് അവർ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുന്നുണ്ട്, ഇത് പിടിക്കുന്നുണ്ട് ചില സമയത്ത്. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ ഞാൻ അങ്ങനെ മരിച്ചു പോയാലോ ഉച്ചത്തിൽ നാമം ജപിക്കുമ്പോൾ. പക്ഷേ സന്യാസി ഒരിക്കലും പേടിക്കാൻ പാടില്ല, അല്ലേ? നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തെ പേടിക്കാൻ പാടില്ല എന്ന് പറയും, അല്ലേ? മരണത്തെ എങ്ങനെയാണ് സ്വയം നമ്മൾ പറയുന്നത്? ഇത് സ്വയം പിണ്ടം വച്ചിട്ടാണ് ഇറങ്ങണത്, അല്ലേ? ശരിക്കുള്ള ഞാൻ മരിച്ചു, ഇനിയിപ്പോൾ എന്താ? എവിടെ ആർക്കാ കൊല്ലാൻ കഴിയുക? ആർക്കാ മരിക്കാൻ കഴിയുക? പക്ഷെ ഇത് നമ്മൾ പറയുന്നത്, ഈ ക്വാളിറ്റി നമുക്കും വേണം. ശങ്കരാചാര്യ സ്വാമികൾ ഉപനിഷത്ത് ഭാഷ്യങ്ങളിൽ പറയുന്നത്, എപ്പോഴും വേദാന്തം ശ്രവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സന്യാസം എടുക്കണം. ഉണ്ടോ? സർവകർമ്മ സന്യാസം, അല്ലേ? എല്ലാ കർമ്മങ്ങളിൽ നിന്ന് സന്യാസം എടുത്തിട്ട് വേദാന്തം ശ്രവണം, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അക്കരെയും ഒരു കാല് ഇക്കരെയും ഒരു കാല്, അല്ലേ? ഈ കാല് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു കാല് വെച്ചിരിക്കും, ഇവിടെ ഒരു കാല് വെച്ചിരിക്കും. സന്യാസത്തിന് വേണ്ടി പ്രചോദിപ്പിക്കണമല്ല, ആ സന്യാസി ബുദ്ധി ഉള്ളവർക്ക് മാത്രമേ ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയണം. അഗമാപായിന അനിത്യാഹ താന്തി ദീക്ഷസ്വ ഭാരതം. അടുത്തൊരു ശ്ലോകം ഇടാം. അടുത്ത് നമ്മൾ കാണുന്നുണ്ട് ഒരു കർമ്മയോഗ സംബന്ധമായിട്ടുള്ള, അത് പറഞ്ഞത് 2-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത കർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത അകർമ്മണി.
കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. എപ്പോഴും പറയും. ഇതൊക്കെ പറയുന്നത് വെച്ചാൽ ആധ്യാത്മികമായിട്ടുള്ള ഈ പറയുന്ന ഈ പറയുന്ന ജീവിതവുമായിട്ട്, അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുമായിട്ടുള്ള ഒട്ടൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കർമ്മമാണ്. എങ്ങനെ കർമ്മത്തിൻ്റെ ഉത്ഭവം? അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിച്ച കാമം, കാമത്തിൽ നിന്ന് ഉത്ഭവിച്ച കർമ്മം. അങ്ങനെയാണല്ലോ ശരിക്കും. എന്താ അജ്ഞാനം? എന്താണ് അജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ? അറിവില്ലായ്മ തന്നെയാണ്. എന്താ അറിവില്ലായ്മ? ശരിക്കുള്ള എന്താണ് അജ്ഞാനം? സ്വസ്വരൂപ വിസ്മൃതി അല്ലേ? അന്യതാ ഹിത്വാരൂപം സ്വരൂപേണ സംസ്ഥിതി. എനിക്കൊന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയണം. ഇപ്പം നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മളല്ലാത്തതിനെ ഒന്ന് നമ്മൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. ശരിക്കുള്ള നമ്മളെ വിട്ടിട്ട് നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന ഈ ശരീരം, ഇന്ദ്രിയങ്ങളെ നോക്കൂ. അങ്ങനെയാണ് ശരിക്കും അവിടെ കയറാവുള്ളത്. പക്ഷെ നമ്മളതിനെ പാമ്പിനെ കാണുന്നത്. അതുപോലെ ശരിക്കും അവിടെ ഉള്ളത് ആത്മാവാണെന്ന് പറയണു. പക്ഷെ നമ്മൾ കാണുന്നത് എന്തിനെയാണ്? ഈ ശരീരത്തിനെയാണ്. അതിനെയാണ് പറയുന്നത് അജ്ഞാനം, ആവരണം അല്ലേ? ആദ്യത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവരണം. ഈ ആവരണത്തിൽ നിന്നാണ് പിന്നെ എന്തുണ്ടാവുന്നത്? വിക്ഷേപം. ഇപ്പോൾ കാരണശരീരത്തിൽ അത് ആവരണമാണെങ്കിൽ രണ്ടാമത് വരുന്ന സൂക്ഷ്മ ശരീരത്തിൽ അതെന്താവും? വിക്ഷേപം അല്ലേ? ആ വിക്ഷേപങ്ങളാണ് നമ്മളെ ഈ തരത്തിൽ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിച്ച കാമത്തിൽ നിന്ന് പിന്നെ എന്തുണ്ടാവുന്നു? കർമ്മങ്ങളുണ്ട്. കർമ്മത്തിൽ നിന്ന് എന്തുണ്ടാവും? പുണ്യ പാപങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ കർമ്മങ്ങൾക്കും പുണ്യമുണ്ട്, പാപമുണ്ട്. എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ട്. ഒരു കർമ്മം ചെയ്താൽ പുണ്യം മാത്രമേ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, പാപം ഉണ്ടാവും. ധൂമേന ആവ്രിയതേ വഗ്നി അല്ലേ? യഥാദർശേ മലേനച യഥോൽബേൻ ആവൃതോ ഗർഭ. എല്ലാ കർമ്മത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മളെത്ര ഇപ്പോൾ നമ്മൾ അത്യാത്മീയ ക്യാമ്പ് നടത്താം, പക്ഷെ അവിടെയും ഒരു എല്ലാവരെയും വിളിച്ച് ചോദിച്ചാൽ സംതൃപ്തിയായെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ എനിക്ക് അല്ലേ ഒരു യഥാർത്ഥത്തിൽ ഉള്ളത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊന്നും പോരാ അല്ലേ? ശരിക്കും ഒന്നും പെർഫെക്ഷൻ അല്ല ഈ ലോകത്ത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെർഫെക്ഷൻ ആഗ്രഹിക്കരുതെന്നാണ് പറയണം. അങ്ങനെ പെർഫെക്ഷൻ ആവില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും പറയണം മാ ഫലേഷു കഥാചന എന്ന് വെച്ചാൽ അരുത്. എന്താണ്? ഫലം ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്തു. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ ആർക്ക് താല്പര്യമുണ്ടോ? പിന്നെ ഫലം ഇച്ഛിക്കാതെ എങ്ങനെ കർമ്മം ചെയ്യുന്നത്? ലോകത്തിൽ ചെന്ന് പറയാൻ പറ്റില്ല. ലോകത്തിൽ എല്ലാവരും ചെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നതല്ല. പക്ഷെ എന്തായിരിക്കണം ഇവിടെ നമ്മുടെ ചിന്ത? ആധ്യാത്മികമായിട്ട് അധ്യാത്മജ്ഞാന നിത്യത്വം അല്ലെങ്കിൽ ആധ്യാത്മജ്ഞാനത്തിലേക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ചിന്തിക്കേണ്ടത്? അവിടെ എന്താ ഫലം? ഫലചിന്തയില്ലാതെ എന്തിനെയാണ്? അതെ, ധർമ്മം. അവിടെയാണ് വരുന്നത് ധർമ്മം. ഇതെൻ്റെ ധർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത്. സ്വധർമ്മം അല്ലേ? സ്വധർമ്മം അനുഷ്ഠിക്കുക. ഇപ്പോൾ ജനകൻ മുതലായ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. ജനകനെ പോലുള്ളവർ കർമ്മം അനുഷ്ഠിച്ച് എന്തിനാണ് കർമ്മം അനുഷ്ഠിച്ചത്? ലോകസംഗ്രഹമേവാവ സംപശ്യൻ കർത്തുമർഹസി. ജനകൻ മുതലായിട്ടുള്ള ജ്ഞാനികൾ ഈ ലോകത്ത് അവർ ശരിക്കും മനസ്സിലാക്കി. ശരിക്കും ആ ജ്ഞാനത്തിൽ തന്നെ പ്രതിഷ്ഠിതനായിട്ട് ഇരുന്നിട്ട് ഈ ഉപാധികളാണ് മുഴുവൻ കർമ്മത്തിലും പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവർ കർമ്മം വിട്ടിട്ടില്ല. പൂജ്യ ശിവാനന്ദ സ്വാമികളെ കുറിച്ച് ഞാൻ എപ്പോഴും സ്മരിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്മയാനന്ദ സരസ്വതിയുടെ ദീക്ഷാഗുരുവാണ് സ്വാമി ശിവാനന്ദ സരസ്വതി. അദ്ദേഹം ഋഷികേശിലെ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ പരമ ഗുരുവായിരുന്നു. സ്വാമി രാവിലെ ഏർലി മോർണിംഗ് സ്വാമിയുടെ 3-3:30 ആകുമ്പം ജപം തുടങ്ങും. ജപം മറ്റു സാധനം. സ്വാമിജി നല്ലൊരു യോഗാഭ്യാസിയും കൂടിയാണ്. പക്ഷെ എന്നിട്ട് സ്വാമിജി ഉടനെ വരും. അടുത്ത പുസ്തകങ്ങൾ ഒരു 3-4 പേര് ഇരിപ്പുണ്ട്. അന്ന് ടൈപ്പ് റൈറ്റിംഗ് ആണല്ലോ, ടൈപ്പ് റൈറ്റ് ചെയ്യാൻ ഇരിപ്പുണ്ട്. സ്വാമിജി പുസ്തകങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർ ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ സ്വാമിജി ആ ഫുൾ ഡേ സ്വാമിജി കർമ്മത്തിൽ വ്യാപൃതനാണ്. നമ്മൾ ഒരു സാധാരണ ഒരു കുടുംബസ്ഥനോ അല്ലെങ്കിൽ ഗൃഹസ്ഥനോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കർമ്മങ്ങളിൽ സ്വാമിജി വ്യാപൃതനാണെന്ന് കാണാം. പക്ഷെ അത് ഒരിക്കലും ടയേർഡാവുന്നതും കണ്ടിട്ടില്ല. നോക്കൂ, നമ്മൾ ക്ഷീണിക്കും അല്ലേ? കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് ക്ഷീണം വരും. നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോവും ഒന്ന് റിലാക്സ്ഡ് ആവാൻ. അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും 6 ദിവസം കഴിയുമ്പോൾ 7ാമത്തെ ദിവസം റെസ്റ്റ് എടുക്കണം. അങ്ങനെ പറയുന്നുണ്ടോ? 6 ദിവസം ഒരു മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് 6 ദിവസം ഭഗവാൻ ലോകത്തെ സൃഷ്ടിച്ച് 7ാമത്തെ ദിവസം അദ്ദേഹം തളർന്നു പോയി.
അങ്ങനെ റെസ്റ്റ് എടുത്തു. 6-ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഒരു തമാശ കൂടെ പറയാം. 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യം ആണിനെ സൃഷ്ടിച്ചു, പിന്നെ ആണിൻ്റെ വാരിയിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പിറ്റേ ദിവസം അദ്ദേഹം വിചാരിച്ചു ഇനി മതിയായി, എന്താണ്, പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കാൻ വരും. അങ്ങനെയാണ് 7-ാമത്തെ ദിവസം ഏതായത് ഹോളിഡേ ആയത്. അങ്ങനെയാണ് 7-ാമത്തെ ദിവസം. അങ്ങനെയാണ് ഏതൊരു മതഗ്രന്ഥത്തിൽ പറയുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും കർമ്മങ്ങളിലൂടെ കടന്നു പോയിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് പറയുന്ന ആ ക്ഷീണത്തിൻ്റെ ഒരു ലാഞ്ചന പോലും അദ്ദേഹത്തിൽ ഇല്ലാത്തത്? കാരണം അദ്ദേഹത്തിനറിയാം ഈ കർമ്മങ്ങളൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? എൻ്റെ ശരീര മനോബുദ്ധികളിലാണ്. ഞാൻ ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യതിരിക്തനാണ്. ഈ ശിവോഹം അല്ലേ, ഞാൻ ആ ശിവനാണെന്നുള്ള നിശ്ചയാത്മികമായിട്ടുള്ള ആ നിഷ്ഠ നോക്കൂ. അവരെപ്പോഴും പ്രസന്നനായിരിക്കും, എപ്പോഴും ശാന്തിയായിരിക്കും, എപ്പോഴും കർമ്മങ്ങളിൽ വ്യാപൃതനാവണമെങ്കിലും നമ്മൾ പറയുന്നില്ലേ, ഒരു താമരയുടെ ഇല വെള്ളത്തിൽ കിടന്നാൽ അതൊരിക്കലും വെള്ളവുമായിട്ടല്ല, എത്ര വെള്ളം അതിൽ കൊരി ഒഴിച്ചു കഴിഞ്ഞാലും ഒരു വെള്ളത്തിൻ്റെ ഒരു ലെവലേശം പോലും അതിനെ നനയിക്കാൻ കഴിയാത്തതുപോലെ ഈ ലോകത്തിൽ കർമ്മവ്യാപൃതനായിരുന്നാലും കർമ്മത്തിന് അയാളെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തരത്തിൽ ഉയരണമെന്നാണ് പറയുന്നത്. ഈ തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയുണ്ട്, ശ്ലോകങ്ങളുണ്ട്. ഒരു ശ്ലോകം കൂടെ നോക്കാം. ശ്ലോകം 3-ാമത്തെ അധ്യായം 21. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർദ്ധതേ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ. എന്താണോ ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നത് മറ്റുള്ളവരും പിന്തുടരുന്നു. അതുകൊണ്ട് എന്തു ചെയ്യുക? ലോകവും ഈ തരത്തിൽ ശ്രേഷ്ഠന്മാരെ പിന്തുടരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ തരത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, മറ്റുള്ളവർക്ക് മാതൃകയാവുക. പ്രത്യേകിച്ചും നമ്മുടെ വാനപ്രസ്ഥ ക്യാമ്പ്, ഇപ്പോൾ നമ്മൾ പോയി നമ്മുടെ സ്ഥലങ്ങളിലേക്ക് പോയി സ്ഥാനീയ സ്ഥലങ്ങളിൽ പോയിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ്, അല്ലേ? നമ്മൾ എന്താ അഭിപ്രായം പറയും? അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഇനി വ്യാപിപ്പിക്കാൻ പോകുന്നത്? അത് നിങ്ങൾ വെറും ഒരു ക്യാമ്പയിനറായിട്ട് മാത്രം അവസാനിക്കുകയാണോ? വന്ന് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ തിരിച്ചു. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് കണ്ട് കേട്ട കാര്യങ്ങളെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും അല്ലേ പകർന്നു കൊടുക്കുക. ഇത് ഏറ്റവും വലിയ കാര്യമാണ്. ആധ്യാത്മികമായിട്ട് ഒരാളെ ഇൻസ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ നിങ്ങളൊക്കെ പലരുമൊക്കെ ഒരാളിൽ നിന്ന് ആ ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് വന്നവരാണ്. മറ്റേതല്ല, ഇത്തിരി വേദാന്തം പഠിച്ചു പോയിട്ട് മറ്റവൻ്റെ ചെവി ചെന്നിട്ട് എപ്പോഴും നീ ഇതാണെന്നൊക്കെ പറഞ്ഞ് അയാളെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. അങ്ങനെയുള്ള ഇൻസ്പിറേഷനല്ല, അത് ഓടി രക്ഷപ്പെടും അവർ. അങ്ങനെയല്ല. ഈ തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ശാസ്ത്ര പഠനത്തിലേക്കും അല്ലെങ്കിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വാനപ്രസ്ഥയുടെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളെ എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് അത് നമ്മൾക്ക് ഒരു ഗ്രൂപ്പിലേക്ക്, ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ചെറിയ വാനപ്രസ്ഥയുടെ ഒരു ചെറിയ യൂണിറ്റുകൾ പ്രവർത്തിക്കുക. ഏതെങ്കിലും നമ്മുടെ ഗുരുദേവൻ്റെ ടെക്സ്റ്റുകളുണ്ട്, നമ്മുടെ ഉപനിഷത്ത് അല്ല, പ്രത്യേകിച്ച് പ്രകരണ ഗ്രന്ഥങ്ങൾ, അതായത് തത്വബോധം, ആത്മബോധം, വിവേക ചൂടാമണിയൊക്കെ വളരെ ബെസ്റ്റാണ്. അപരോക്ഷാനുഭൂതി, ഇങ്ങനെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ ചെറിയ ചർച്ചകൾ. ആദ്യം ഈ പറഞ്ഞ പോലെ ചർച്ചകൾക്ക് ഏതെങ്കിലും ഒരു കാര്യം അറിയാവുന്ന ഒരാളും കൂടെ ഉണ്ടാവണം. കാരണം നിങ്ങൾ ലീഡ് ചെയ്യാനും കൂടെ ഒരാളാണോ. അല്ലെങ്കിൽ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടാവും എൻ്റെ ആദ്യകാലത്ത്, എനിക്ക് ഓർമ്മയുണ്ട്. ഒരാളേ ഉള്ളൂ, അയാൾ ആരെയും സംസാരിക്കാൻ സമ്മതിക്കില്ല. ചർച്ചയെന്ന് പറയും അധികം മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റൊരാളെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയല്ല, മറ്റുള്ളവരെ കൂടി ചർച്ച ചെയ്യുക. അല്ലേ, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് പോലെ, അല്ലേ, സ്റ്റഡി ഗ്രൂപ്പ് പോലെ ഇന്ന് ചർച്ച ചെയ്യുക. പക്ഷേ ഇതിൽ നമുക്കൊരു ദിശാബോധം, ഇന്നലെ സ്വാമിജി സൂചിപ്പിച്ചു, ആരാണ് ദേശികൻ, അല്ലേ, ശങ്കര ദേശികമേ ശരണം. ദിശാബോധം തരുന്നയാളാണ് ദേശികനാണ് ഗുരു. ആ ദിശ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഗുരു, അല്ലാതെ ഗുരുവിൻ്റെ ചിത്രം ചോര തൂക്കിയിട്ടിട്ടോ ഗുരുവിനെ ആരതി കഴിക്കുകയല്ല, ഗുരു പറഞ്ഞ കാര്യങ്ങൾ ആചരിക്കുക, അനുഷ്ഠിക്കുക എന്നതുപോലെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ എന്തായാലും നമുക്ക് എത്രത്തോളം എന്നറിയില്ല, ഈ ഒരു നമ്മളെപ്പോഴും പറയില്ല, ഈ ചെറിയ ഓരോ കല്ലുകളിൽ നിന്നാണ് അല്ലേ ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കി തീർക്കുന്ന പറയും പോലെ ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നമ്മുടെ ജീവിതത്തിൽ.
കാരണം നമ്മുടെ എല്ലാ അനുഭവങ്ങൾ ഇതുപോലെയാണ്. ഓരോ ഇതുപോലെ ചെറിയ ചെറിയ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു താല്പര്യം, അഭിനിവേശം വളർന്നു വരുന്നത്. അതുകൊണ്ട് ഇതിലൂടെ ഈ ഒരു നമ്മുടെ ഒത്തൊരുമ, ഒരുമിച്ച് കൂടലിലൂടെ കൂടുതൽ മാറാൻ വേണ്ടിയിട്ട് എങ്ങനെ മാറുക, ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കാനുള്ളൊരു പ്രേരണ നമുക്കത് ലഭിക്കും. കാരണം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അത്രയും പരിപാവനമായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ ആ ഒരു കുഞ്ഞു പാദങ്ങളെന്ന് പറയുമ്പോൾ ആ പാദങ്ങൾ പതിഞ്ഞ ഒരു ഭൂമിയാണ്. എത്രയോ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അവരെ പ്രാരബ്ധം പോലും ഇവിടെ, കാരണം ഹിമാലയത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അറിയും, ഇവിടെ സൂചിപ്പിച്ചല്ലേ, നിങ്ങൾ കേരളത്തിൽ നിന്നാണോ ശങ്കരാചാര്യ സ്വാമികളുടെ സ്ഥലത്ത് നിന്നാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്കവിടെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കത് അവൈലബിളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മകൾ ഉണ്ടാവണം. അപ്പോൾ ആ തരത്തിലാവട്ടെ. നമുക്കിവിടെ ഇത് പരിസമാപിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.